വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 4-ാം അധ്യായത്തിൽ നാം പഠിച്ച പാഠങ്ങളെ ഒന്ന് കോർത്തിണക്കി മനസ്സിലാക്കാം. 2-ഉം 3-ഉം അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ സാംഖ്യയോഗവും കർമ്മയോഗവും ഭഗവാൻ ഉപദേശിച്ചു തന്നു. സാംഖ്യയോഗം എന്ന പേരിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലും പ്രകാശിക്കുന്ന ജീവാത്മ ചൈതന്യം നമുക്ക് പ്രാണനും അറിവും കഴിവും തന്ന് കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി. ഇതിനെ അറിഞ്ഞുകൊണ്ട് ജീവാത്മാവിൽ മനസ്സർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നതാണ് കർമ്മയോഗം. കർമ്മയോഗത്തിലൂടെ ഞാൻ എൻ്റേത് എന്ന അഹന്തകൾ മാറി മനസ്സ് ഈശ്വര സ്മരണം കൊണ്ട് ജീവാത്മാവിനെ അറിയാനും അടുക്കാനും തുടങ്ങും. അവനവനിലെ ആത്മബലത്തെ കാണിച്ച് തരുന്ന ശാസ്ത്രമാണ് ഭഗവത്ഗീത. ഉറവ വറ്റാത്ത ആനന്ദവും ആത്മബലവും നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുമുണ്ട്. അതനുഭവിക്കാൻ സമ്മതിക്കാതെ നമ്മുടെ മനസ്സ് ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ പ്രകൃതിയിലെ ലൗകിക വിഷയസുഖങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. ഇതിനനുസരിച്ച് മനസ്സ് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നു. മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്ന ആത്മശക്തിയെ നാം തിരിച്ചറിയുന്നില്ല. വിഷയസുഖങ്ങളിൽ മനസ്സ് പ്രവർത്തിക്കാൻ കാരണം നമ്മുടെ സത്വരജ തമോ ഗുണങ്ങളാണ്. സത്വഗുണം വിശാലമായ പക്വതയുള്ള മനസ്സിന് അടിത്തറയിടുന്നു. രജോ ഗുണം കാമക്രോധാദികൾ കൊണ്ട് മനസ്സിനെ വഴിതെറ്റിക്കുന്നു. തമോ ഗുണം അജ്ഞത കൊണ്ട് ജീവിതത്തെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് സത്വഗുണത്തെ പതുക്കെ വളർത്തിയെടുക്കാൻ രജതമോ ഗുണങ്ങളെ ഇല്ലാതെ ആക്കണം. അങ്ങനെ അതിനുള്ള പരിശ്രമം നാം ഇനി തുടങ്ങണം. ഈ ഗുണങ്ങൾക്കനുസരിച്ച് കർമ്മങ്ങൾ, ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് സംസ്കാരം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭഗവാൻ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വർണ്ണങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. സത്വഗുണ സമ്പന്നനായാൽ സത്കർമ്മങ്ങൾ കൊണ്ട് ബ്രാഹ്മണ വർണ്ണത്തിലോട്ട് ഉയരാൻ സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. പരിശ്രമിച്ചാൽ ഓരോ വ്യക്തിക്കും ഗുണഘടനയെ മാറ്റിയെടുക്കാനും സത്വഗുണത്തിലോട്ട് ഉയരാനും സാധിക്കും. ഇതിന് ഉദാഹരണമായി രത്നാകരൻ എന്ന കൊള്ളക്കാരൻ്റെ കഥ നമുക്ക് മനസ്സിലാക്കാം. കുടുംബ പരിപാലനത്തിന് വേണ്ടി വഴിയാത്രക്കാരെ മോഷണം ചെയ്ത് ജീവിച്ചിരുന്ന രത്നാകരൻ നാരദമുനിയുടെ പ്രേരണയാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തൻ്റെ കർമ്മം തെറ്റാണ് എന്ന് മനസ്സിലാക്കി നാരദമുനി ഉപദേശിച്ച രാമനാമത്തിലൂടെ വാൽമീകിയായി തീർന്ന് രാമായണം രചിച്ച ആദി കവിയായി മാറി ഉന്നതിയിലോട്ടിങ്ങനെ ഉയർന്ന കഥ നമുക്കറിയാം. സത്സംഗത്താൽ രജോതമോ ഗുണങ്ങളിൽ നിന്ന് മുക്തനായി സത്വഗുണവും ആത്മ ഉന്നതിയും നേടി കർമ്മവിമുക്തനായി. തുടർന്ന് കർമ്മ നിയമങ്ങളെക്കുറിച്ച് ഭഗവാൻ ഉപദേശിക്കുന്നു. കർമ്മം ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തോടെ ചെയ്യുന്നവനെ കർമ്മങ്ങൾ ബന്ധിക്കുന്നു. ഒട്ടലില്ലാതെ ചെയ്യുന്നവൻ കർമ്മത്താൽ ബന്ധിതനാകുന്നില്ല. അതുകൊണ്ട് എപ്പോഴും കർത്തൃത്വ ബുദ്ധിജ്ഞാനെന്ന ഒട്ടലില്ലാതെ കർമ്മം ചെയ്യണം. കർമ്മം കൊണ്ട് മാത്രമല്ല കർമ്മഫലം നിശ്ചയിക്കപ്പെടുന്നത്, പുറകിലുള്ള ഉദ്ദേശം കൂടി കണക്കിലെടുത്താണ്. അതുകൊണ്ട് സദുദ്ദേശത്തോടു കൂടി മറ്റുള്ളവരുടെ നന്മയെയും കരുതി വേണം കർമ്മം ചെയ്യാൻ എന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു. ഇതിനുദാഹരണം ഒരു ഭടൻ രാജ്യരക്ഷയ്ക്ക് വേണ്ടി ശത്രുവിനെ യുദ്ധത്തിൽ കൊന്നാൽ അവനെ ജനങ്ങൾ ആദരിക്കുന്നു. വൈരാഗ്യം കൊണ്ടൊരാൾ അവൻ്റെ ശത്രുവിനെ വധിച്ചാൽ വധശിക്ഷ നൽകുന്നു. കർമ്മത്തിൻ്റെ പിറകിലുള്ള ഉദ്ദേശമാണ് ഇതിന് കാരണം. എപ്പോഴും പിന്നിലുള്ള ഉദ്ദേശം നല്ലതായിരിക്കണം. ഇങ്ങനെ സന്മനസ്സോടുകൂടി ഒട്ടലോ ഫലപ്രതീക്ഷയോ ഇല്ലാതെ എല്ലാവരോടും യോജിച്ചും
എല്ലാവരോടും സഹകരിച്ചും കർമ്മങ്ങൾ ചെയ്യുന്നതാണ് യജ്ഞം. ഈ കർമ്മങ്ങളെ ഭഗവാനിൽ അർപ്പിക്കണമെങ്കിൽ നമുക്ക് മനഃശുദ്ധി വേണം. ഈ മനഃശുദ്ധി നേടാനുള്ള വിവിധ മാർഗങ്ങളാണ് ഭഗവാൻ യോഗാനുഷ്ഠാനങ്ങളും പ്രാണായാമവും പ്രത്യാഹാരവും എന്ന് നമുക്ക് ഉപദേശിച്ച് തന്നത്. കർമ്മങ്ങളെയെല്ലാം ശുദ്ധമായ മനസ്സിലൂടെ ജീവാത്മാവിൽ അർപ്പിക്കുക. ശുദ്ധമായ മനസ്സിലൂടെ ശുദ്ധമായ കർമ്മങ്ങളെ ചെയ്ത് ജീവാത്മാവിൽ അർപ്പിക്കും തോറും ഉള്ളിൽ ജ്ഞാനം തെളിയാൻ തുടങ്ങും. ഈ ജ്ഞാനത്തെ കൂടുതൽ ജ്വലിപ്പിക്കാൻ ജ്ഞാനികളുടെ അടുത്ത് നിന്ന്, അതായത് ഗുരുമുഖത്തിൽ നിന്ന് പരമപവിത്രമായ ഉപദേശങ്ങൾ നേടി അവരെ ശുശ്രൂഷിച്ചും അവരെ നമസ്കരിച്ചും ജ്ഞാനാഗ്നിയെ ജ്വലിപ്പിക്കണം. ജ്ഞാനം കൊണ്ട് കർമ്മങ്ങളെ പൂർണ്ണമായും ശുദ്ധമാക്കി കർമ്മങ്ങളെ ജീവാത്മാവിൽ അർപ്പിച്ച് പാപസമുദ്രത്തെ തന്നെ തരണം ചെയ്യാം എന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു. ശുദ്ധമായ മനസ്സിലൂടെ ശുദ്ധമായ കർമ്മങ്ങളെ ജീവാത്മാവിൽ അർപ്പിച്ച് കർമ്മവിമുക്തനാകാനുള്ള മാർഗം ഭഗവാൻ ഉപദേശിച്ചു തന്നു. നമുക്ക് ഭഗവാന്റെ ഉപദേശങ്ങളെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാം. ഭഗവാൻ പറയുന്നു, ജ്ഞാനേനതു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാമാദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം. അജ്ഞാനത്തിന് ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം ആദിത്യനെ പോലെ പ്രകാശിക്കും എന്ന് ഭഗവാൻ ഉപദേശിച്ചു തരുന്നു. ഭഗവാന്റെ ഉപദേശങ്ങൾ തുടർന്ന് കേൾക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.